ഇത് ബട്ടർനട്ട് നമ്മുടെ മത്തങ്ങയുടെ ഉപയോഗമൊക്കെ ഇതിന് നടക്കും. ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇത് നമ്മുടെ അക്വപോണിക്സിലുണ്ടായിട്ടുള്ളതാണ്. ഈ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ പടവലം പാവലും ഒക്കെ വിളവെടുപ്പ് നടത്തിയിരുന്നു. അപ്പോൾ അതേപോലെ ഉണ്ടായിട്ടുള്ളതാണ്. അത് ഇതേപോലെ കളറായി കഴിഞ്ഞാൽ നമുക്കത് പറിച്ച് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണമെങ്കിൽ മറ്റ് സാമ്പാറിലും മറ്റു കറികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണത്. അപ്പോൾ ഇതിന് നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ BSF ലാർവയും മറ്റ് പലതീറ്റൊക്കെ കൊടുത്ത് ഈ മത്സ്യങ്ങളെ വളർത്തുമ്പോൾ അവയുടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്, അതും കല്ലിൽ മണ്ണില്ലാതെ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നമ്മളൊരു പ്രാവശ്യം മാത്രമേ നമ്മളിത് സെറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ട് ഇതിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കൃഷികൾ നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് സീസണനുസരിച്ച് എല്ലാ കൃഷിയും നമുക്ക് പച്ചക്കറി ഇതിൽ നിന്നുണ്ടാക്കാം. അതും കുറഞ്ഞ സ്ഥലമുള്ളൂ, വളരെ കുറച്ച് സ്ഥലത്താണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ ഉൽപ്പാദനം സാധ്യമാകുന്ന ഇങ്ങനെയുള്ള കൃഷികൾ എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ചെങ്കിലും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെയുള്ള സംഭവം വീടിൻ്റെ മുറ്റത്തുണ്ടാവുകയാണെങ്കിൽ നമുക്ക് വളരെ വളരെ മനസ്സിന് സന്തോഷവും ആനന്ദവും കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.